ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ 3 പേരും കൂടെ ട്രെയിൻ കയറി പോകുന്നതേ എറണാകുളത്തോട്ടാട്ടോ. ഹോസ്പിറ്റലിലൊന്നും അല്ല. ഇന്ന് നമ്മൾ ലുലു മോളിൽ പോകാനാണ് എറണാകുളത്ത് പോകുന്നത്. അപ്പോൾ രാവിലെ ഒന്നും കഴിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു ഹോട്ടലിൽ കയറി. ഞാനും അപ്പവും പൊറോട്ട കഴിച്ചു. അമ്മയാണെങ്കിൽ ഒരു പപ്സ് മാത്രം കഴിച്ച്. ലൈറ്റായിട്ട് കഴിച്ചാൽ ഉച്ചയ്ക്ക് നല്ലതായിട്ട് കഴിക്കാമെന്ന് അമ്മ പറഞ്ഞത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മെട്രോയിൽ കയറി. അമ്മയാണെങ്കിൽ മെട്രോയിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അമ്മയ്ക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മെട്രോയിൽ നിന്ന് നേരെ ലുലുവിലെ എൻട്രിയിലോട്ടാണ് കയറിയത്. അപ്പൂന് ചെറിയൊരു വർക്കുണ്ടായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അങ്ങോട്ട് പോയി. പിന്നെ ഞാനും അമ്മയും ഒറ്റയ്ക്ക് ലുലു മോൾ ചുറ്റിക്കറങ്ങുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം വേറെ ആരുമില്ല ഞങ്ങളുടെ കൂടെ, ഒറ്റയ്ക്കല്ലേ. പിന്നെ ഞങ്ങളാണെങ്കിൽ അവിടെ ഓരോ കടകളിലൊക്കെ കയറി കാണാൻ മാത്രം പറ്റി. കാരണം നമ്മളെ അപേക്ഷിച്ച് അവിടെ ഇരിക്കുന്ന സാധനങ്ങൾക്ക്, ചെറിയ സാധനങ്ങൾക്ക് ഇതൊക്കെ കണ്ടോ, ഈ ചെറിയ ഒരു വിഗ്രഹം എന്തോ ഇതിന് പറയുന്നത്, ഇതിന് പോലും വെറും 2000 രൂപയൊക്കെയാണ് വരുന്നത്. പിന്നെ അവിടെ ആണെങ്കിൽ നല്ല ഫ്ലവർ പോട്ടും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ അതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരിക്ക് അതൊക്കെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പറയുമായിരുന്നു ഇനി നമുക്ക് പൈസയൊക്കെ ആയിട്ട് വരുമ്പോൾ വാങ്ങിക്കാവുന്ന. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ കുറേ അവിടെ ഫസ്റ്റ് ഫ്ലോറ്, സെക്കൻഡ് ഫ്ലോറ് അങ്ങനെ എല്ലായിടത്തും ചുറ്റിക്കറങ്ങി. അവസാനം ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റ് ലാസ്റ്റ് കണ്ടുപിടിച്ച്. എനിക്കാണെങ്കിൽ വന്നപ്പോൾ തൊട്ട് ഇവിടെ കയറണം എന്നായിരുന്നു. കാരണം ഇവിടെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. അതാകുമ്പോൾ എനിക്ക് വാങ്ങിക്കാനും പറ്റും. അങ്ങനെ ഞങ്ങൾ ദാണ്ട് ഇത് വാങ്ങിച്ചായിരുന്നു. ഇത് മറ്റേ നമ്മുടെ കൊഞ്ചിൻ്റെ കുഞ്ഞതാണ്. അത് ഞങ്ങൾ വാങ്ങിച്ച്. പിന്നെയാണെങ്കിൽ ഇവിടെ എന്തോരം മീനുകളുണ്ടെന്നറിയാവോ. നമ്മളാണെങ്കിൽ കണ്ടിട്ട് കൂടി ഇല്ലാത്ത കുറേ മീൻ ഐറ്റംസ് ഉണ്ടായിരുന്നു. ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ സുഖമായി ഇങ്ങോട്ട് വരിക, മീനെടുക്കുക, വീട്ടിൽ കൊണ്ടുപോവുക, ഫ്രൈ ചെയ്യുക, അത്രേ ഉള്ളൂ. അത്രേ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ കക്ക, കൂന്തൽ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഐറ്റംസ് മാത്രമല്ല, അതിനെ അപേക്ഷിച്ച് കുറേ നല്ല വിലയുമായിരുന്നു. പിന്നെ വലിയ കൊഞ്ചൊക്കെ ഇതെല്ലാം കണ്ട് അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഉണക്കക്കൊഞ്ച്, ഉണക്കച്ചെമ്മീൻ അങ്ങനെ ഒരുപാട് സാധനം ഉണ്ടായിരുന്നു. എന്തെളുപ്പമല്ലേ, ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഇത് സുഖമാണ്. കുറച്ച് പൈസയൊക്കെ ആയിട്ട് വന്നാൽ നന്നായിട്ട് സാധനമൊക്കെ വാങ്ങി വീട്ടിൽ പോകാൻ പറ്റും. പിന്നെയാണെങ്കിൽ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് ബീഫിൻ്റെ കാല്, പിന്നെ ബീഫിൻ്റെ കിഡ്നി, ലിവർ, നാക്ക് അങ്ങനെ പലതരം. ഞങ്ങളാണെങ്കിൽ അവിടെ നിന്ന് ഇത് എന്തുവാ നമ്മളാദ്യമായിട്ടല്ലേ കാണുന്നത്. അമ്മയാണെങ്കിൽ ഇത് കണ്ടോടി എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുമായിരുന്നു. ഞങ്ങളെ എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ വാങ്ങിക്കുന്നവരും കാണുമായിരിക്കും അല്ലേ. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ പോയി. അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്ത്. ഫ്രൂട്ട്സിന് പറയുവാണെങ്കിൽ പേരയ്ക്കയ്ക്ക് മാത്രം കുറച്ച് വില കുറവുണ്ട്. ബാക്കിയെല്ലാം കുഴപ്പമില്ല, ഓക്കെ. പിന്നെ ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ച്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച്. അതെല്ലാം വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ പോയേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.